ആദ്യം തന്നെ ഇവരാരൊക്കെയാണ് എന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാം. 16-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തി ഭരണകാലത്തുള്ള കളരിക്കാരൻ കുഞ്ഞിക്കേളു, പല തലമുറ കഴിഞ്ഞ് പാരമ്പര്യത്തിന് എവല്യൂഷൻ സംഭവിച്ച് കള്ളനായ മണിയൻ, മണിയൻ്റെ കൊച്ചുമകൻ സാധാരണക്കാരനായ അജയൻ. മൂവരും കളരിമുറയിലെല്ലാം പ്രഗത്ഭരാണെന്ന് കാണാം. മണിയൻ ഇടയ്ക്ക് ഇന്ത്യൻ താത്ത പ്രയോഗമൊക്കെ നടത്തുന്നുണ്ട്. കുഞ്ഞിക്കേളുവിൻ്റെയും മണിയൻ്റെയും കഥ ഒരു ബെഡ് ടൈം സ്റ്റോറി പോലെ നറേഷനായാണ് ചിത്രത്തിൽ പറയുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സിനിമ ആരംഭിക്കുന്നത് അജയൻ്റെ കാലത്തിലൂടെയോ കാലശേഷമോ ആയിരിക്കണം. മണിയൻ്റെ ജീവിതം അറിയാവുന്ന മാണിക്യം കൊച്ചുമകൻ അജയനോട് പുള്ളിയുടെ വീരസാഹസങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് വഴി അജയന് മണിയനോട് ഒരു വൈറ്റൽ അറ്റാച്ച്മെൻറ്റ് വരുന്നുണ്ട്. അജയന് ചടങ്ങിൽ വെച്ച് നൽകുന്ന ഉടവാൾ തുടക്കത്തിൽ കുഞ്ഞിക്കേളു അടിമത്തത്തിനെതിരെ പോരാടുന്ന അതേ വാളാണ്. ഒരിടത്ത് അജയൻ പറയുന്നുണ്ട്, നട തുറക്കുമ്പോൾ താനും അച്ചാച്ചനെ പോലെ കള്ളനാവുമെന്ന്. വിഗ്രഹമോ വിളക്കോ എങ്ങനെയോ വീണ്ടും കാണാതാവുന്നുണ്ട്. ഈ മിസ്സിങ്ങിന് ഹരീഷ് പേരടിയുടെ ക്യാരക്ടറുമായി ബന്ധമുണ്ടെന്ന് അയാളുടെ ഡയലോഗ് സൂചിപ്പിക്കുന്നു. അങ്ങനെ ലക്ഷ്മി പറയുന്നത് കേട്ടായിരിക്കണം അജയൻ മുമ്പ് മണിയൻ താവളമാക്കിയ വെള്ളച്ചാട്ടത്തിനടിയിലെ ഗുഹയ്ക്കുള്ളിലേക്ക് പോകുന്നത് ദൃശ്യമാക്കിയിട്ടുള്ളത്. അജയനുമായുള്ള ലക്ഷ്മിയുടെ സംസാരം ശ്രദ്ധിച്ചാൽ കൃതി ഷെട്ടിക്ക് ഡബ് ചെയ്തിരിക്കുന്നത് മമിത ബൈജു ആണെന്ന് മനസ്സിലാക്കാം. ആകാശത്തുനിന്ന് പൊട്ടുവീണ നക്ഷത്രക്കല്ലൊരുക്കിയാണ് ഈ ചിയോതിക്കാവിലെ വിളക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ കാരണം ട്രെയിലറിൽ അടിമവേല നടക്കുന്നിടം കാണിക്കുന്നത് ഈ കല്ലുവീണ പ്രദേശത്താണ്. മാത്രമല്ല പ്രീ വിഷ്വലൈസേഷൻ വീഡിയോയിലും ഇത് കാണിക്കുന്നുണ്ട്. ഇപ്പറയുന്ന വിളക്ക് ഒരു നിമിഷം ഒന്ന് കാണിക്കുന്നുണ്ട് കുഞ്ഞിക്കേളുവിൻ്റെ കൈവശമിരിക്കുന്നതായി. കുഞ്ഞിക്കേളു ഈ വിളക്ക് 16-ാം നൂറ്റാണ്ടിൽ മുഗൾസിൻ്റെ അടുക്കൽ നിന്നും സ്വന്തം നാട്ടിലേക്ക് പോരാടി കൊണ്ടുവന്നതായിരിക്കണം. ശേഷം നാട്ടുകാരത് ഭയഭക്തിയോടെ ആരാധിക്കുകയും ചെയ്ത ആ വിളക്ക് പിന്നീട് മണിയൻ കൊള്ളയടിക്കുന്നു. മണിയൻ്റെ താവളം രണ്ടാണ്. ഒന്ന് മാണിക്യത്തിൻ്റെ കുടിലും മറ്റൊന്ന് വെള്ളച്ചാട്ടത്തിന് കീഴിലെ ഗുഹയും. മീശമാധവന് മീശ പോലെ ഇവിടെ മണിയൻ്റെ ട്രേഡ് മാർക്ക് മണിയാണ്. ആ മണിയല്ല, മൂപ്പര് അരയിൽ കെട്ടിയിട്ടുള്ള ചിലങ്കയിൽ നിന്നുള്ള മണിയടി സ്വരമാണ് ഇദ്ദേഹത്തിൻ്റെ സൈൻ. ട്രെയിലറിൻ്റെ ഒടുക്കം കാണിക്കുന്ന മണിയനായുള്ള ടോവിനോയുടെ മാസ്മരിക പോലീസ് കൊമ്പുകോർക്കൽ സീൻ തുടക്കത്തിലെ ഇൻട്രോ ബിറ്റായി വരുന്നുണ്ട്. അമ്പലത്തിലെ തിടമ്പോ നെറ്റിപ്പട്ടോ മറ്റോ നമുക്ക് ഈ സീനിൽ കാണാം. ചിയോതിക്കാവിലെ വിളക്ക് കെട്ട കള്ളനാണ് മണിയൻ. ഈ ബൃഹത്തായ കോട്ടയിലായിരിക്കണം സർവ്വസുരക്ഷാ അകമ്പടിയോടെയും ടാസ്കുകളോടെയും വിളക്ക് സൂക്ഷിച്ചിട്ടുള്ളത്. ഇവിടേക്ക് മണിയനും സഹായി ജഗദീഷിൻ്റെ ക്യാരക്ടറും പാത്തും പതുങ്ങിയും കയറുന്നത് കാണാം. സഹായി ജഗദീഷാണെന്ന് ടീസറിലൂടെ മനസ്സിലാക്കാം. മറ്റൊരു കട്സിൽ മണിയൻ ഗുഹയ്ക്കടുത്ത് വെച്ച് കളരി അഭ്യാസികളുമായി ഏറ്റുമുട്ടുന്നത് കാണാം. കോട്ടയിൽ നിന്നും വിളക്ക് കൈകലാക്കി മാണിക്യത്തെ കണ്ട് തിരിച്ചു വരുമ്പോഴാകണം ഇത് നടക്കുന്നത്. മണിയന് ആ സന്ദർഭത്തിൽ ഫെയ്റ്റലായി എന്തെങ്കിലും സംഭവിക്കാനാണ് സാധ്യത. പടം കണ്ടു കഴിയുമ്പോൾ മണിയൻ പ്രേക്ഷക മനസ്സിലേക്ക് ഒരു കരടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്.